കൃഷ്ണ ഗുരുവായൂരപ്പ. ഞാൻ നമ്മുടെ കാണാരേട്ടനെ കണ്ടുട്ടാ. കാണാരേട്ടനും എന്നെ കണ്ടു. കാണാരേട്ടൻ നമ്മുടെ ഊളത്തമിഴത്തിനോട് പറഞ്ഞിട്ടുണ്ടാവും, ദാ നിൽക്കുന്നു നിന്റെ എനിമി എന്ന് പറഞ്ഞിട്ടുണ്ടാവും. എന്നെ കണ്ടു കഴിഞ്ഞാൽ അപ്പ എന്നെ തല്ലുന്നു പറഞ്ഞ കാണാരേട്ടൻ ഇന്ന് വെറും എന്താ പറയുക തിരുവായി നിൽക്കുന്ന കണ്ടു. ജസ്റ്റ് എൻ്റെയും കാണാരേട്ടൻ്റെയും നോട്ടങ്ങൾ തമ്മിൽ ഇടഞ്ഞൂട്ടോ. പക്ഷെ ഞാൻ വിചാരിച്ചു കാണാരേട്ടൻ ചാടി വരും. കാണാരേട്ടൻ്റെ കയ്യെത്തും ദൂരത്ത് ഞാൻ ഉണ്ടായിരുന്നു സുഹൃത്തുക്കളെ. പക്ഷെ കാണാരേട്ടൻ എന്നെ കണ്ടതും അവിടുന്ന് മുങ്ങുകയാണ് ചെയ്തത്. പിന്നെ കാണാരേട്ടൻ്റെ പൊടി പോലും കണ്ടില്ല. പ്രതീക്ഷിച്ചു എൻ്റെ അടുത്തേക്ക് വരും. അപ്പം ഇനി നമുക്ക് അടുത്ത വിശേഷ ദിവസം ശരിക്കും മുഖാമുഖം കാണാം. കാണാരേട്ട എന്നെ കണ്ടിട്ട് മുങ്ങിയത് ശരിയായില്ല കേട്ടാ. അപ്പം കാണാരേട്ടൻ ചുറ്റുപാടും വീക്ഷിക്കുന്നു. അപ്പം എനിക്ക് മനസ്സിലായി പുള്ളിക്കാരൻ നോക്കുന്നത് എന്നെയായിരിക്കുന്നു. അപ്പോൾ ഞാനും നോക്കി. നോട്ടങ്ങൾ തമ്മിൽ ഇടഞ്ഞു. കാണാരേട്ടൻ്റെ കണ്ണിൽ എനിക്ക് കാണാൻ കഴിഞ്ഞത് വെറും വീരത്വമാണ് സുഹൃത്തുക്കളെ, വീരത്വം. ഞാൻ വിചാരിച്ചു കാണാരേട്ടൻ ഇപ്പം എൻ്റെ അടുത്തേക്ക് വരും എന്ന് വിചാരിച്ചു. പക്ഷെ വന്നില്ല. അല്ലാത്ത ജാതി കാണാരേട്ടൻ. ഇവർക്കൊക്കെ ഇങ്ങനെ ഇരുന്ന് സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് അത് ചെയ്യും ഇത് ചെയ്യും എന്ന് പറയാൻ മാത്രമേ പറ്റുള്ളൂ. ഇനി നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എന്നെ ഒന്ന് തൊട്ടോ അല്ലെങ്കിൽ തല്ലിക്കോ. എനിക്ക് 100 വട്ടം സമ്മതമാണ്. ഈ ഗുരുവായൂരമ്പലത്തിനടുക്ക് നിന്നിട്ടാണ് പറയുന്നത്. എന്നെ കാണുമ്പോൾ ഇങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കരുത് പ്ലീസ്. നേരെ വരാനുള്ള ധൈര്യമെങ്കിലും കാണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കൃഷ്ണ ഗുരുവായൂരപ്പ. ഇതാ ഗുരുവായൂരമ്പലം നടക്ക് എന്നിട്ടാണ് പറയുന്നത്. അപ്പൊ ഫോട്ടോക്ക് നമുക്ക് ഇനി ഗുരുവായൂരപ്പ നേരം ഭക്ഷണം കഴിക്കാണ്ട് അപ്പം നമ്മളിത് പറയാനല്ല വന്നത്. അപ്പോൾ ഇത്ര നേരം ഭക്ഷണം കഴിക്കാനിട്ട് ഭക്ഷണം കഴിച്ചിട്ട് എന്തോ ആകെ ഇതുപോലെ 2 ദിവസമായാലും ഭക്ഷണം മര്യാദയ്ക്ക് കഴിച്ചിട്ട്. അപ്പം ഞാൻ വരയ്ക്കുന്ന ഫോട്ടോ കണ്ണൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഇവിടെ കുറച്ച് കടകളിൽ ഞാൻ ഓർഡർ ചോദിച്ചിട്ടുണ്ട്. അപ്പം കണ്ണൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ വരയ്ക്കുന്ന ഫോട്ടോ കൂടുതൽ പേരുടെ കൈകളിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം നമുക്ക് ഒരുങ്ങി വന്നിട്ടുണ്ട്. 2-3 ഷോപ്പുകളിൽ ഞാൻ ചോദിച്ചിട്ടുണ്ട്. റേറ്റ് കുറച്ച് കൊടുക്കേണ്ടി വരും ഷോപ്പുകാർക്കാവുമ്പോൾ. അങ്ങനെ ഞാൻ വരയ്ക്കുന്ന ഫോട്ടോ ഇനി ഗുരുവായൂരും വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. കണ്ണൻ നമ്മളെ നിറഞ്ഞ് അനുഗ്രഹിച്ചിരിക്കുകയാണ്. കണ്ണൻ്റെ നടക്ക് നിന്നിട്ടാണ് പറയുന്നത്. കണ്ണൻ്റെ അനുഗ്രഹം കിട്ടുന്നില്ല, എന്ത് കിട്ടുന്നില്ല എന്ന് ഓരോരുത്തരും ഇങ്ങനെ ചോദിക്കുന്നുണ്ടല്ലോ. അവർക്കുള്ള മറുപടി ആയിട്ടോ എനിക്ക് കൂടുതൽ വരയ്ക്കാനായിട്ടൊരു സാഹചര്യം ഒരുങ്ങുകയാണ്. ഇവിടെ യഥാർത്ഥ ഭക്തരുടെ കൈകളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് ഇണങ്ങി വരുന്നത്. അപ്പോൾ റേറ്റ് കുറച്ചിട്ടാണെങ്കിലും ഞാൻ വരച്ചു കൊടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. കൂടുതലും വെണ്ണക്കണ്ണൻ്റെ ചിത്രങ്ങളായിരിക്കും നമ്മൾ വരച്ചു കൊടുക്കുന്നത്. പിന്നെ അതിലൊരു സർപ്രൈസ് ഉണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് ഞാൻ വരച്ചൊക്കെ കഴിയുമ്പോൾ കാണിച്ചു തരാം. സർപ്രൈസ് ഇപ്പോൾ പൊളിക്കാൻ പറ്റൂല. എന്തായാലും കുറച്ച് മാസങ്ങൾ കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നേ പറ്റുള്ളൂ. അപ്പം നമ്മുടെ മുന്നോട്ടുള്ള വഴി തുറന്ന് തന്നെ തന്നിരിക്കുകയാണ് കേട്ടോ കണ്ണൻ. അതിന് കണ്ണനൊരു സ്പെഷ്യൽ താങ്ക്സ് പറയാനുണ്ട്. കാരണം ഞാനൊരു ഉദ്ദേശിക്കാത്ത മേഖലയിലേക്കാണ് ഇപ്പം എത്തപ്പെട്ടിരിക്കുന്നത്. രാവിലെ ഫ്രഷായിട്ട് ഇറങ്ങിയതാണ്. പക്ഷെ നോമ്പെടുത്തതിൻ്റെ ക്ഷീണം മൂത്തുണ്ട്.